الحمد لله والصلاة والسلام على أشرف رسول الله سيدنا محمد وعلى آله وأصحابه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما أرسلناك إلا رحمة للعالمين صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ثلاث من كن فيه وجد بهن حلاوة الإيمان من كان الله ورسوله أحب إليه مما سواهما ومن أحب عبدا لا يحبه إلا لله ومن يكره أن يعود إلى الكفر كما يكره أن يلقى في النار صدق رسول الله صلى الله عليه وسلم. ബഹുമാനപ്പെട്ട സാദാത്തുക്കൾ, ഉലമാക്കൾ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഒരിക്കൽ മദീനയിലും പരിസരത്തിലും മഴയില്ലാതെ വെള്ളമില്ലാതെ എല്ലാം ഉണങ്ങി വറ്റിപ്പോയി. വെള്ളിയാഴ്ച അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബ ഓതാൻ മിമ്പറിൽ കയറിയപ്പോൾ ഒരു അറാബിയായ സഹാബി പറയുന്നു, അത്തൈനാക വൽ അദ്റാഉ തുദ്മി ലബാനഹ വഖദ് സുഗിലത് ഉമ്മു الصبي عن الطفل وألقى بكفيه الصبي استكانة من الجوع خوفا ما يمر وما يحلي وليس لنا إلا إليك فرار وأين فرار الناس إلا إلى الرسل. ഈ സഹാബി എന്താണ് പറയുന്നത്? നബിതങ്ങളെ മഴയില്ലാതെ നാട് മുഴുവനും ഉണങ്ങിപ്പോയി. എത്ര മഴയില്ലെങ്കിലും ഉണങ്ങാത്ത സാധനമുണ്ട്. ആട്ടങ്ങ എന്ന് പറയുന്ന കയ്പേറിയൊരു സാധനം പശുക്കളെ കെട്ടുന്ന തൊഴുത്തിൻ്റെ വക്കത്തൊക്കെ ഉണ്ടാവും. ആട്ടങ്ങ ഇപ്പോഴെന്താ പരിപാടി എനിക്കറിയില്ല. വളരെ കയ്പുള്ള സാധനം, കണ്ടാൽ ചെറുനാറേ പോലെ നിൽക്കും. ഇല കണ്ടാൽ കുമ്പളങ്ങിൻ്റെ ഇല പോലെ നിൽക്കും. ഈ ആട്ടങ്ങ ഉണങ്ങിപ്പോവില്ല. എത്ര മഴയില്ലെങ്കിലും അതങ്ങനെ പച്ചയായി നിൽക്കും. ഈ ആട്ടങ്ങയും അതുപോലുള്ളൊരു സാധനവും ഉണ്ട്. ഇത് രണ്ടുമല്ലാതെ ഒരു സാധനവും ഇവിടെ ഉണങ്ങാൻ ബാക്കിയില്ല. എല്ലാം ഉണങ്ങിപ്പോയി. വെള്ളമില്ലാത്തത് കൊണ്ട് കുട്ടികൾക്ക് മുല കൊടുക്കുന്ന പെണ്ണുങ്ങൾ മുല കൊടുക്കൽ നിർത്തി എന്ന് മാത്രമല്ല
അവരെ മുലപ്പാലിന് പകരം രക്തമാണ് മുലപ്പാലിന് പകരം വരുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് മഴ വേണം, വെള്ളം അള്ളാഹുവിനോട് വാങ്ങിത്തരണം എന്ന് ഈ സ്വഹാബി വന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തേക്ക് കൈ ഉയർത്തി, ഇങ്ങനെ കൈ ഉയർത്തി അവിടുത്തെ രണ്ട് കക്ഷത്തെ കാണുന്ന അത്രയും വളരെ നീട്ടി ഉയർത്തി ഇങ്ങനെ വെച്ചിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ അസ്ഖിന ഗൈസൻ മുഗീസൻ ഹനീഅൻ മരീഅൻ വദക്കൻ. അല്ലാഹ് ഞങ്ങൾക്ക് നല്ല മഴ തരണം. ആ മഴ കൊണ്ട് ഇവിടെ യാതൊരു ആപത്തും ഉണ്ടാവാത്ത ഉപകാരപ്രദമായ മഴ ഞങ്ങൾക്ക് തരണം. ഇത് പറഞ്ഞപ്പോൾ അല്ലാഹ് അതാ മഴ പെയ്യുന്നു. പെട്ടെന്ന് മേഘങ്ങൾ 4 ഭാഗത്തുനിന്നും ഒന്നായി മദീനയുടെ ഭാഗത്തേക്ക് വന്ന് അവിടെ മഴ കൊണ്ട് പെയ്ത് ഖുത്ബ ഓതുന്ന സമയത്ത് മഴ കൊള്ളുന്നു. ഒന്ന് പള്ളിക്ക് മേൽപ്പരയൊന്നുമില്ലല്ലോ. ഖുത്ബ ഓതി നിസ്കരിക്കുമ്പോൾ നെറ്റിയിൽ ചളി ആകുന്നു. അങ്ങനെ നിസ്കാരവും കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പോകുമ്പോൾ മഴ പെയ്യുന്നു. അള്ളാഹുവിൻ്റെ ഹബീബ് ചോദിച്ച് വാങ്ങിയ മഴയാണല്ലോ. അതുകൊണ്ട് ആ ഹബീബിനെ എപ്പോഴാണ് നിർത്താൻ പറയുന്നത്? ആ സമയത്തെ അല്ലാഹു തആല അത് നിർത്തുകയുള്ളൂ. ആ നിലക്ക് മഴ ഇങ്ങനെ പെയ്യണം. അങ്ങനെ പെയ്ത് 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 അടുത്ത വെള്ളിയാഴ്ചയായപ്പോൾ ഒരാൾ എഴുതിയിട്ട് നിന്നിട്ട് പറഞ്ഞു, മഴ പെയ്ത്ത് അധികരിപ്പിച്ച് റോഡുകളൊക്കെ മുറിഞ്ഞു പോയി, മൃഗങ്ങളെല്ലാം ഒലിച്ചു പോകാൻ തുടങ്ങി. ഇനി മഴയൊന്ന് നിർത്തിത്തരണം. അപ്പുറത്തുനിന്നെല്ലാം ചിരിച്ച് ഇങ്ങനെ ഒരു പുഞ്ചിരിക്കുന്ന പോലെ ചിരിച്ചിട്ട്, കണ്ടോ കഴിഞ്ഞ ആഴ്ച എല്ലാവർക്കും കൂടി വെള്ളം വേണമെന്ന് പറഞ്ഞ് ഇപ്പോൾ മതിയായി പോയില്ലേ എന്നുള്ളവർക്ക് ഒന്ന് ചിരിച്ചുകൊണ്ട് കൈകൊണ്ട് ഇങ്ങനെ വട്ടത്തിൽ കാണിച്ചു, അല്ലാഹുമ്മ ഹവാലൈന വലാ അലൈന. ഞങ്ങൾക്കിവിടെ വെള്ളം വേണ്ട, ഞങ്ങളുടെ ചുറ്റുഭാഗത്ത് മഴ പെയ്തു കൊള്ളട്ടെ. മലയും കുന്നും എല്ലാ തകവുമുണ്ട്. അവിടെ മഴ പെയ്താലും അതിൻ്റെ തണുപ്പ് മദീനത്തെ ടൗണിലേക്ക് കിട്ടും. അപ്പോൾ മഴ പറ്റ നിർത്തണ്ട, അവിടെയൊക്കെ മഴ പെയ്യട്ടെ, ഞങ്ങൾക്ക് മഴ മതി എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്നതാ മേഘങ്ങളൊക്കെ 4 ഭാഗത്തേക്ക് നീങ്ങി ഒരു കുഴൽ പോലെ അല്ലെങ്കിൽ ഒരു കിണറിൻ്റെ വട്ടത്തിൽ മദീനയിലെ ആ ഭാഗത്ത് മാത്രം ഓട്ടയായി. അവിടെ മഴയില്ല. അതിൻ്റെ അപ്പുറത്ത് കാടൻ പ്രദേശങ്ങളിൽ മഴ വർഷിക്കുന്നു. അള്ളാഹുവിൻ്റെ റസൂലിനോട് സഹാബത്ത് പറഞ്ഞതാ, ഞങ്ങൾക്ക് മഴ വേണം. വലൈസ ലനാ ഇല്ലാ ഇലൈക ഫിറാറുന വഅൈന ഫിറാറുന്നാസ് ഇല്ലാ ഇലാ റസൂലി. ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോൾ വലൈസ ലനാ ഇല്ലാ ഇലൈക ഫിറാറുന, ഓടി വരാൻ തങ്ങളല്ലാതെ ഞങ്ങൾക്കില്ല. വഅൈന
ഫിറാറുന്നാസിയില്ല ഇല റുസുലി, മനുഷ്യന്മാർ മുർസലീങ്ങളിലേക്കല്ലാതെ വേറെ എവിടേക്കാണ് അഭയം തേടി ചെല്ലുക? അതുകൊണ്ടാണ് ഞങ്ങൾ വന്നത്. സഹോദരന്മാരെ, ഇന്നും ആ മദീനയിലെ കുബ്ബ, ആ കുബ്ബൻ്റെ ഫോട്ടോകൾ ഇവിടെയൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ ആ കുബ്ബനോട് ചെറിയൊരു ഓട്ട ഇങ്ങനെ കാണാം. ആ ഓട്ട എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈവിരൽ ഇങ്ങനെ ഒന്ന് ചൂണ്ടിയിരുന്നു ആ സമയത്ത്. അതിൻ്റെ ഓട്ടയാണ്, അതിൻ്റെ അടയാളമാണ്. അതവിടെ നിലനിർത്തിക്കൊണ്ടാണ് ഇപ്പോഴും മദീനത്ത് കുബ്ബയുള്ളത്. ഇവിടെ വരുന്ന എല്ലാ കുബ്ബയുടെ ഫോട്ടോ നിങ്ങൾ നോക്കിയാലും ഒരു ചെറിയ ഓട്ട ഉള്ളതിൻ്റെ അടയാളം കാണാവുന്നതാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി റഹ്മത്തുൽ ലിൽ ആലമീൻ, അഖില ലോക ചരാചരങ്ങൾക്കും റഹ്മത്തായിട്ടാണ് അയക്കപ്പെട്ടത്. മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല, ഹിന്ദുക്കൾക്ക് മാത്രമല്ല, ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല, ജീവികൾക്ക് മാത്രമല്ല, ജീവനുള്ള വസ്തുക്കൾക്കും ഇല്ലാത്ത വസ്തുക്കൾക്കും. അങ്ങനെ എന്തെല്ലാം ഇവിടെ ഉണ്ട്, കല്ലും മരവും ചെടിയും ജീവിയും നിർജീവിയുമായ മുഴുവൻ വസ്തുക്കൾക്കും റഹ്മത്തായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല അയച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ റഹ്മത്തിൻ്റെ 99 ഓഹരി അല്ലാഹു തആല റസൂലുള്ളാഹിക്ക് തന്നെ കൊടുത്തു. റഹ്മത്തിൻ്റെ ഒരു ഓഹരി 100 ഓഹരി വെച്ചിട്ട് അതിൽ 99 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തന്നെയാണ് കൊടുത്തത്. ബാക്കിയുള്ള ഒരു ഓഹരിയാണ് ബാപ്പയും മക്കളും തമ്മിലുള്ള റഹ്മത്ത്, ഉസ്താദും ശിഷ്യന്മാരും തമ്മിലുള്ള റഹ്മത്ത്, ആലിമീങ്ങളും ബഹുജനങ്ങളും തമ്മിലുള്ള റഹ്മത്ത്, ഉസ്താദും തിൽമീദും തമ്മിലുള്ള റഹ്മത്ത്, അയൽവാസിയും തമ്മിലുള്ള റഹ്മത്ത്, ഗുണം. അങ്ങനെ മനുഷ്യന്മാർ പല വിധത്തിലും റഹ്മത്തുണ്ടല്ലോ, അല്ലേ? നമ്മളിപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഇന്ത്യൻ്റെ പുറത്തെവിടേക്ക് ചെന്ന് അമേരിക്കയിൽ ചെന്ന് അപ്പോൾ ഒരാളെ കണ്ട്, നിങ്ങളെവിടെയാണ്? ഞാൻ ഇന്ത്യയിൽ. അവിടെ എറണാകുളം എന്ന് പറയേണ്ടി വരും. ഇന്ത്യക്കാരനാണെന്ന് പറയുമ്പോഴേക്ക് അവർ തമ്മിലൊരടുപ്പം ഉണ്ടാകും. അങ്ങനെ ജനങ്ങൾ തമ്മിലുള്ള അടുപ്പവും കൃപയും സ്നേഹവും ഇത് മുഴുവനും 99 കഴിച്ച് ഒരൊറ്റ ഓഹരി അള്ളാഹുവിൻ്റെ റഹ്മത്ത് 99 ആക്കി. അതിൽ നിന്ന് ആ ഒന്നിനെ പിന്നീട് 100 ഓഹരി വെച്ചു. അതിൽ 1 മാത്രമാണ് ഈ ലോകത്തുള്ള എല്ലാവരുടെയും ഇടയിലുള്ള റഹ്മത്ത് എന്ന് പറയുമ്പോൾ 99 റഹ്മത്തിൻ്റെ വർദ്ധനവ് എത്രയാണ്? അതാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. അഖില ലോക ചരാചരങ്ങൾക്കും റഹ്മത്തായിട്ടല്ലാതെ തങ്ങളെ നാം അയച്ചിട്ടില്ല. ഈ റഹ്മത്തിൻ്റെ കാരണം കൊണ്ടാണ് അൽ ഹദീസുൽ മുസൽസലു ബിൽ അവലിയ എന്ന് പറഞ്ഞൊരു ഹദീസുണ്ട്. അതായത് ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ
റളിയല്ലാഹു അൻഹു 10 ലക്ഷം ഹദീസ് കാണാതെ അറിയാമായിരുന്നു എന്നാണ് ചരിത്രം പഠിപ്പിച്ചത്. എത്ര? 10 ലക്ഷം. 1 ലക്ഷത്തിന് 100,000 അല്ലേ? 1 ലക്ഷത്തിന് 100,000. അങ്ങനത്തെ 10 ലക്ഷം ഹദീസ് കാണാതെ പഠിച്ച ആളാണ് ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനാണ് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. അവിടുത്തെ ഗുരുനാഥനാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. ആ മാലിക് ഇമാമ് തന്നെ അബൂ ഹനീഫ ഇമാമിനെ പ്രശംസിച്ചുകൊണ്ട് പറയുന്നു, കുല്ലുമൻ തഹ്ത അദീമി സമായി വഹും ഇയാലു അബീ ഹനീഫ. അബൂ ഹനീഫാമിന് ശേഷം ഭൂലോകത്തുള്ള എല്ലാ ആലിമീങ്ങളും അബൂ ഹനീഫ ഇമാമിൻ്റെ മക്കളാണ്, അഥവാ അവിടുത്തെ ശിഷ്യന്മാരാണ്. അങ്ങനെ ഈ 4 മദ്ഹബിൻ്റെ ഇമാമുകൾ എല്ലാവരും യോജിച്ചുകൊണ്ട് അവരൊറ്റക്കെട്ടായി ഇവിടെ ദീനുൽ ഇസ്ലാമിനെ പഠിപ്പിച്ചു. ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസമൊക്കെ ചിലപ്പോഴുണ്ടാവും. പൊതുവെടുക്കാൻ എത്ര വെള്ളം വേണം, എത്ര വേണ്ട, പൊതുവെടുക്കുമ്പോൾ എവിടെയൊക്കെ തടകണം, കഴുകണം, എത്ര വട്ടം കഴുകണം, ഇതിലൊക്കെ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെന്നല്ലാതെ അഖീദയുടെ കാര്യത്തിൽ, വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ 4 മദ്ഹബ് ഇല്ല, 2 മദ്ഹബും ഇല്ല, 1.5 മദ്ഹബും ഇല്ല. ഒരേ ഒരു മദ്ഹബ്, അതാണ് വിശ്വാസത്തിൻ്റെ വിഷയത്തിൽ, ഈമാൻ്റെ കാര്യത്തിലുള്ളത്. ആ ഒരു മദ്ഹബ് ഏതാ? അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ മദ്ഹബ്. അത് മാത്രമാണ് ഒരൊറ്റ അഖീദ. എല്ലാവരും അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ റസൂലായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചു, അതുപോലെ ആഖിറത്തിൻ്റെ കാര്യം, സ്വർഗം പടക്കപ്പെട്ടിട്ടുണ്ട്, നരകം പടക്കപ്പെട്ടിട്ടുണ്ട്, ഖബറിൽ ശിക്ഷയും രക്ഷയും ഉണ്ടാകും എന്നിങ്ങനെ തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളും അത് എല്ലാ ഇമാമുകളും എല്ലാ ഉമ്മത്തുകളും ഒരൊറ്റ വിശ്വാസത്തിലാണ് ഉള്ളത് എന്ന് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. അതേതാണ്? അത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശ്വാസം, അല്ലാത്ത വേറെ വിശ്വാസമല്ല. ഈ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഒരൊറ്റ വിശ്വാസമുള്ള ഈ 4 ഇമാമുകളും അതുപോലെ 4000 ഇമാമുകളും ലക്ഷക്കണക്കിന് ഇമാമുകളും ഔലിയാക്കളും ഇവിടെ കഴിഞ്ഞുപോയി. ആ കഴിഞ്ഞുപോയ കൂട്ടത്തിൽ പ്രധാനിയായ ഒരാളായിരുന്നു അഹ്മദുൽ കബീർ ദിഫാഇ റളിയല്ലാഹു അൻഹു. അവരെ സംബന്ധിച്ച് നേരത്തെ ഒരു ബൈത്ത് അബ്ദുൽ ഖാദർ മുസ്ലിയാർ ചൊല്ലിയല്ലോ, പക്ഷേ മൂപ്പര് എൻ്റെ അർത്ഥം പറഞ്ഞു തന്നിട്ടില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഹുബ്ബ്, പ്രിയം, അത് വർദ്ധിച്ചതിൻ്റെ പേരിൽ അവിടുന്ന് പറഞ്ഞു, ഞാൻ ഇതുവരെ ഇവിടേക്ക് എൻ്റെ റൂഹിനെ കാറ്റിലൂടെ അയക്കുകയായിരുന്നു. ആ സമയത്ത് ഞാൻ അങ്ങയുടെ സമീപത്ത് ഇല്ല. ഇപ്പോൾ ഞാനിവിടെ
അങ്ങയുടെ സമീപത്താണുള്ളത്. അതുകൊണ്ട് എനിക്ക് അവിടുത്തെ കൈയൊന്ന് ചുംബിക്കണം എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ രണ്ട് കൈ പുറത്തേക്ക് നീട്ടിക്കൊടുക്കുകയും മഹാനായ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു ആ കൈ ചുംബനം നടത്തുകയും ചെയ്തു. അതാണ് ഫീ ഹാലത്തിൽ ബുഅദി റൂഹി കുന്തു ഉർസിലുഹാ തുഖബ്ബിലുല്ലാഹു അന്നി വഹിയ നായിബത്തി ഫഹാദിഹി നൗബത്തുൽ അസ്ബാഹി ഖദ് ഹദറത് ഫംനുൻ യദൈക ലകൈ തഹവാ വംദുദ് യദൈക ലകൈ തഹവാ ബിഹി ശഫത്തി. എൻ്റെ ചുണ്ടുകൊണ്ട് അങ്ങയുടെ രണ്ട് കൈ മുത്താൻ ഒന്ന് കൈ നീട്ടിത്തരണം എന്ന് പറഞ്ഞപ്പോൾ കബറിൻ്റെ ഉള്ളിലത് കൈ നീട്ടിക്കൊടുത്തു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കബറിൻ്റെ ഉള്ളിൽ ഹയാത്തോടു കൂടി ആണ് ഉള്ളത്. അവിടുന്ന് ദ്രവിച്ചു പോയിട്ടില്ല, മുടങ്ങിപ്പോയിട്ടില്ല. റൂഹിനെ അല്ലാഹു തആല അങ്ങോട്ട് തന്നെ മടക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവിടത്തോട് ഇവിടെ ദഅവത്ത് നടത്താനുള്ള കൽപ്പനയില്ല, അത് അവസാനിച്ചു പോയി എന്ന് മാത്രം. അതുകൊണ്ട് കബറിൻ്റെ ഉള്ളിൽ ഹയാത്തോടു കൂടി ആണ് ഉള്ളത്. ഒരിക്കലും അവരുടെ ഹയാത്ത് പോയിട്ടില്ല. കുലി അമലു ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു. അല്ലാഹു തആല ഖുർആനിൽ നമ്മെ അറിയിക്കുന്നു, അമലു, നിങ്ങൾ അമൽ ചെയ്യുക, നിങ്ങൾ പ്രവർത്തിക്കുക. ഫസയറല്ലാഹു അമൽ, നിങ്ങളുടെ അമലിനെ അല്ലാഹു തആല കാണുന്നുണ്ട്, വീക്ഷിക്കുന്നുണ്ട്. വറസൂലുഹു, അല്ലാഹുവിൻ്റെ റസൂലും നിങ്ങൾ ചെയ്യുന്നതൊക്കെ വീക്ഷിക്കുന്നുണ്ട് എന്ന് ഖുർആൻ പറയുന്നു. നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും, നമ്മൾ ചെല്ലുന്ന സ്വലാത്തും ഒക്കെ അവിടുന്ന് വീക്ഷിക്കുകയാണ്, അവിടത്തേക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. അവിടത്തോട് സഹാബത്ത് പറഞ്ഞു, നബിയെ, ഞങ്ങൾ തങ്ങളുടെ അടുക്കലിരിക്കുമ്പോൾ നമ്മളെ ഈമാനിങ്ങനെ വർദ്ധിക്കുകയും ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ടാവുകയും ചെയ്യുന്നു. അവിടുന്ന് വഫാത്തായി പോയാൽ ഞങ്ങൾക്ക് പിന്നെ ആരാണ് ഉള്ളത് എന്ന് സ്വഹാബത്ത് സങ്കടം പറഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഹയാത്തി ഖൈറുലക്കും, എൻ്റെ ജീവൻ നിങ്ങൾക്ക് ഖൈറാണ്. മമാത്തി ഖൈറുലക്കും, എൻ്റെ മൗത്തും നിങ്ങൾക്ക് ഖൈറാണ്. ഒത്തുറന്നു അലിയ അമാലുക്കും, നിങ്ങൾ ചെയ്യുന്ന എല്ലാ അമലുകളും എൻ്റെ മേൽ വെളിവാക്കപ്പെടുന്നതാണ്. നിങ്ങൾ എന്ത് ചെയ്താലും റസൂലുള്ളാഹിന്റെ അടുക്കൽ അതിനെ വെളിവാക്കപ്പെടും. ഇപ്പോൾ നാം ഇവിടെ ഈ മജ്‌ലിസിൽ എന്തിനാ വന്നിരിക്കുന്നത്? ആരും ഇരിക്കുന്നത് എന്തെങ്കിലും ഒരു അത്ഭുതം കാണാൻ വേണ്ടിയല്ല, മറിച്ച് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഹിബ്ബീങ്ങളായ അഹ്മദുൽ കബീർ റിഫായി, മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു, അവരെ പോലെയുള്ള ആ മഹത്തുക്കളുടെ ചരിത്രം പഠിക്കാനും അവരെങ്ങനെയായിരുന്നു ജീവിച്ചത് എന്ന് മനസ്സിലാക്കാനും അവർ ജീവിച്ചതുപോലെ ജീവിക്കണം എന്നാണ് നമ്മളോട് ഖുർആൻ പറഞ്ഞത്. അഹ്മദുൽ കബീർ റിഫായി തങ്ങളാവട്ടെ, മുഹീദ്ദീൻ ശേഖുകളാവട്ടെ, രണ്ടുപേരും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ വലിയ ആലിമീങ്ങളും വലിയ പ്രവർത്തകരുമായിരുന്നു.
ഓതുലാദം മഹീദി റളിയല്ലാഹു അൻഹുവിൻ്റെ കിതാബുൽ ഗുന്യത്തി ലിത്വാലിബി തരീഖുൽ ഹഖ് എന്ന കിതാബിൻ്റെ 80-ാമത്തെ പേജ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഫഅലൽ മുഅ്മിനി ഇത്തിബാഉ അഹ്ലി സുന്നത്തി വൽ ജമാഅ. മുഅ്മിനായ മനുഷ്യൻ അവൻ്റെ ഈമാൻ സലാമത്താകണമെങ്കിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനോട് പിൻപറ്റണം. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ച് നിൽക്കണം. എന്നാൽ മാത്രമേ അവൻ്റെ ഈമാൻ നിലനിൽക്കുകയുള്ളൂ എന്ന് പറഞ്ഞതായി കാണും. ഇതേ വിഷയം ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു തന്റെ അൽ കിതാബുൽ ബുർഹാൻ എന്ന് പറയുന്ന അൽ ബുർഹാൻ എന്ന പേരുള്ള കിതാബിനും വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നാം എല്ലാവരും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ച് നിൽക്കണം, അതിൻ്റെ പ്രവർത്തകരാകണം. ഇപ്പോൾ ഹിക്മ എന്ന് പറയുന്ന കിതാബ് ഇതാണ്, ഒരു ചെറിയ കിതാബാണ്. പക്ഷേ അതിൻ്റെ രഹസ്യങ്ങളും സാരങ്ങളും ചെറുതല്ല, വളരെ വിശാലമായതാണ്. നേരത്തെ അബ്ദുൽ ഖാദർ പറഞ്ഞല്ലോ, മിസ്റിൽ ഞങ്ങൾ സിയാറത്തിന് പോയി. അപ്പോൾ ഞാൻ അവിടുത്തെ ഖബറിൻ്റെ അടുക്കൽ വെച്ച് പറഞ്ഞു, ഈ കമ്മ് ദർശ നടത്താൻ സമ്മതം വേണം. സഹോദരങ്ങളെ, അങ്ങനെ ഞങ്ങൾ അന്ന് തന്നെ നാട്ടിലേക്ക് പോരുകയായിരുന്നു. അതിനുവേണ്ടി ബോംബെയിലെത്തി. അബ്ദുൽ മജീദ് ഹാജി എന്നൊരാൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഞങ്ങളെ ഉറങ്ങാൻ ക്ഷണിച്ചു. അവിടെ പോയി ഉറങ്ങുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഇബ്നു സിക്കന്ദരി റളിയല്ലാഹു അൻഹു വന്നിട്ട് എന്നോട് പറഞ്ഞു, നിനക്ക് ഹിക്മ ദർസ് നടത്താൻ ഞാൻ ഇജാസത്ത് തരാം, പക്ഷേ ഒരു നിബന്ധന ഉണ്ട്, എല്ലാ രാത്രിയും തഹജ്ജുദ് നിസ്കരിക്കണമെന്ന്. ഞാനപ്പോൾ പറഞ്ഞു, എല്ലാ രാത്രിയും നിസ്കരിക്കാമെന്നുള്ള വഴുത ഞാൻ ചെയ്യൂല. കാരണം ചിലപ്പോൾ ഞാൻ രാത്രി 3 മണിക്കൊക്കെയാണ് കിടക്കാൻ തന്നെ എത്തുക. ഉറങ്ങിയതിൻ്റെ ശേഷമുള്ള നിസ്കാരത്തിനാണ് തഹജ്ജുദ്. അപ്പോൾ സുബഹിന് മുമ്പ് ചിലപ്പോൾ അറിയാതെ ആയി പോയാലോ. അതുകൊണ്ട് എൻ്റെ കഴിവനുസരിച്ച് ഞാൻ നിസ്കരിക്കും എന്ന് വഴുത ചെയ്തു. ഫത്തഖുല്ലാഹ മസ്തതാഅതു, നിങ്ങൾ കഴിവനുസരിച്ച് ചെയ്യണമെന്നല്ലേ അള്ളാഹു പറഞ്ഞത്. അന്ന് ഞാൻ അങ്ങോട്ട് ആയത്ത് ഓതി. അപ്പം എന്നോട് പറഞ്ഞു, എങ്ങനെയാവട്ടെ, എന്നാൽ അജത്തുലക്ക, നിനക്ക് ഞാൻ ഇജാസത്ത് തന്നു. അങ്ങനെ സ്വപ്നത്തിലാണ് ഇജാസത്ത്. അതുകൊണ്ട് ശറഈയായ ഒരു വിധി ഇവിടെ ഉണ്ടാക്കുകയല്ല. സ്വപ്നത്തിൽ കണ്ടാലോ ഏതെങ്കിലും ഒരാൾ എനിക്ക് ഇൽഹാമുണ്ടായി എന്ന് പറഞ്ഞാലോ ശറഈൻ്റെ ഒരു വിധിയും മാറ്റാൻ പറ്റൂല, നിലനിൽക്കാൻ പറ്റൂല. ഇന്നിപ്പോൾ ഒരാൾ വന്നിട്ട് പറയുക, ഞാൻ ഖുതുബായിരിക്കുന്നു, നിസ്കരിക്കണ്ട എന്ന് അല്ലാഹു തആല കൽപ്പിച്ചിരിക്കുന്നു, അനുവാദം തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അയാളോട് പോകാൻ പറയണം. അല്ലാതെ അയാളെ ശൈഖാക്കി നിസ്കരിക്കാതിരിക്കാൻ നമുക്ക് നിവൃത്തിയില്ല. അങ്ങനെയാണെങ്കിൽ ശൈഖന്മാരെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ശൈഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ. ആ നബി തങ്ങൾ വഫാത്താകുന്നതിൻ്റെ തൊട്ട് മുമ്പ് രോഗമായി കിടന്നതിൻ്റെ
ഇടയിൽ ഒരല്പം ആശ്വാസം കിട്ടിയ ഉടനെ പള്ളിയിലേക്ക് പോകണമെന്ന് പറഞ്ഞ് അങ്ങനെ ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു അൻഹു അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു തുടങ്ങിയ ഏതാനും സഹാബികൾ റസൂലുള്ളാഹിനെ താങ്ങി പിടിച്ചുകൊണ്ട് മദീനത്തെ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നു. ചെറുപ്പക്കാരെ, സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കണം. റസൂലുള്ളാഹിൻ്റെ കാലിൻ്റെ വിരൽ ഭൂമിയിലിങ്ങനെ വരക്കുകയാണ്. കാലെടുത്ത് വെച്ച് ഒന്നിച്ച് വെച്ച് നടക്കാൻ കഴിവില്ല. മൗത്തിൻ്റെ അടുത്ത സമയമാണ്. എന്നിട്ട് ആ കാല് ഭൂമിയിൽ വരച്ചുകൊണ്ട് പള്ളിയിലേക്ക് പോവുകയും അവിടെ ജമാഅത്തായി നിസ്കരിക്കുകയും ചെയ്ത ചരിത്രം ഹദീസിൻ്റെ കിതാബിൽ നമുക്ക് കാണാം. അപ്പോൾ നിസ്കരിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്നാൽ ഞാൻ ശൈഖാണ്, കുത്തുബാണ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് സ്വീകരിക്കാൻ പാടില്ല. ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹി ബഹുമാനപ്പെട്ട ഷേഖ് മുഹമ്മദ് അബൂബക്കർ അൽ മടവൂരി CM വലിയുള്ളാഹുടെ പേരിലാണ് മഷ്ഹൂർ. മൂപ്പര് 100 റക്അത്തൊക്കെ ചില രാത്രികളിൽ നിസ്കരിച്ചിട്ടുണ്ട്. അദ്ദേഹം എത്രയോ നേരം നിസ്കരിക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ളതാണ്. അദ്ദേഹം ഏൽക്കൂല എന്നൊക്കെ ആളുകൾ പറഞ്ഞു പരത്തി. അങ്ങനെ നിസ്കരിക്കാത്ത ആളെങ്ങനെയാണ് വലിയാവോ, നിസ്കരിക്കാത്ത ആൾ ശേഖാവോ എന്നൊക്കെ ചോദിച്ചിട്ടാണ്. ആരാവും നിസ്കരിക്കില്ലാന്ന് ഇവനോട് പറഞ്ഞത്. 5 വക്കത്തും റൂമിൻ്റെ ഉള്ളിൽ അടച്ചു കൂടുന്ന കാലത്ത് ഇവൻ കണ്ടിട്ടുണ്ടോ നിസ്കരിച്ചോ ഇല്ലേ എന്നുള്ളത്? ഞാൻ എന്നെ കണ്ടുകൊണ്ട് കണ്ടതാണ്. അദ്ദേഹം സുന്നത്ത് ഫർദ് നിസ്കാരം നിസ്കരിച്ചിട്ട് പിന്നെ സുന്നത്ത് ധാരാളമായി നിസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരിക്കലും ളുഹാൻ്റെ സമയത്ത് പോയപ്പോൾ ളുഹാ നിസ്കരിക്കുന്ന 8 റക്അത്ത് ളുഹാ നിസ്കരിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ മഹാനായ ഷേഖ് മുഹമ്മദ് അബൂബക്കർ മടവൂരി തങ്ങളവർ നിസ്കരിക്കാത്ത ആളല്ല, അവർ നിസ്കരിക്കുന്ന ആളാണ്. അങ്ങനെ എല്ലാ ഔലിയാക്കളും ആരിഫീങ്ങളും നിസ്കാരമുള്ളവരാണ്, ഇബാദത്തുള്ളവരാണ്. പക്ഷേ നമ്മളുമെല്ലാം നിസ്കരിക്കുന്നുണ്ട്. പക്ഷെ നമ്മളുടെ നിസ്കാരം എന്താണ്, അതവിടെ വിലക്കെടുക്കാനുണ്ടാകുമോ എന്നാണ് ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി ഹികമിൽ പറയുന്നു. അഅ്മാലുന സുവറുൻ ഖായിമത്തുൻ, നമ്മളെ അമലുകളെല്ലാം വെറുമൊരു ഫോട്ടോ കോപ്പി മാത്രമാണ്. പിന്നെ അർവാഹുഹാ സിറുൽ ഇഖ്ലാസ്, നമ്മളെ ഭാഗത്തൊക്കെ ഒരു പ്രതിമ പോലെയാണ്. പ്രതിമനെ ആരെങ്കിലും പേടിക്കുമോ? പ്രതിമനെ ആരെങ്കിലും ബഹുമാനിക്കുമോ? ഇല്ല. നമ്മൾ റോട്ടുമ്മൽ ഒരാളെ പ്രതിമ ഉണ്ടായി വെച്ചാൽ കാക്ക വന്നിട്ട് ആ പ്രതിമൻ്റെ തലയിലിരിക്കും, എന്നിട്ട് ചുമലിലേക്ക് മറക്കിയിരിക്കും. അങ്ങനെയല്ലേ? പിന്നെ ബഹുമാനിക്കുന്നത് രാഷ്ട്ര നേതാക്കന്മാരാണെങ്കിൽ രാഷ്ട്രീയക്കാർ ബഹുമാനിക്കും, അല്ലാത്തവരും ബഹുമാനിച്ചെന്ന് വരും. ഔലിയാക്കളോ സ്വാലിഹീങ്ങളോ ആണെങ്കിൽ അവരെ മാനിലക്കൊക്കെ ജനങ്ങൾ ബഹുമാനിക്കാമെന്നല്ലാതെ ഓരോ ആൾക്ക് പേടി ഉണ്ടാവില്ല, ബഹുമാനം ഉണ്ടാവില്ല. ഒരു പ്രതിമ ഇവിടെ ഉണ്ടാക്കി വെച്ചാൽ
കാക്ക പോയിട്ട് അതിൻ്റെ തലയിൽ നിന്നുകൊണ്ട് ചുമലിലേക്ക് കാഷ്ടിക്കുകയാണ്. അതേസമയം അതിൻ്റെ തൊട്ടടുത്ത് ഒരു 3-4 വയസ്സായ കുട്ടിയെ കൊണ്ടുപോയി വെച്ചാൽ ഒരു കാക്കയും പരുന്തും ഒരു പക്ഷിയും ആ കുട്ടീൻ്റെ തലയിൽ വന്നിരിക്കൂല. എന്തുകൊണ്ടാണ്? റൂഹുള്ളത് കൊണ്ട്. റൂഹില്ലെങ്കിൽ ഒരു പക്ഷിയും പേടിക്കൂല, ഒരാളും പേടിക്കൂല. അതുപോലെ അമാലുന, നമ്മുടെ അമലുകൾ സുവറുൻ, വെറും ഫോട്ടോ പ്രതിമകൾ മാത്രമാണ്. ആ പ്രതിമകൾ സ്വീകരിക്കപ്പെടുമോ? ഇല്ല. അതിന് റൂഹ് വേണം. ഏതാ റൂഹ്? അർവാഹുഹാ, അതിൻ്റെ റൂഹുകൾ വജൂദു സിറിൽ ഇഖ്ലാസ് ഫീഹാ, അതിൽ ഇഖ്ലാസ് എന്ന ആ സിറ് ഉണ്ടാവലാണ് അതിൻ്റെ റൂഹ്. നമ്മളിപ്പോൾ ഇവിടെ വന്നിരുന്ന് നിങ്ങളെല്ലാവരും കേൾക്കുന്നു. ഞാനാവട്ടെ എനിക്ക് തീരെ സുഖമില്ല, സംസാരിക്കാനും പ്രയാസമാണ്. എന്നാലും ഈ പ്രയാസപ്പെട്ടുകൊണ്ട് ഞാൻ പറയുന്നത് സാധുവായ എൻ്റെയും നിങ്ങളുടെയും ഇഖ്ലാസ് ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് ആഖിറത്തിലേക്ക് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറഞ്ഞു, അഅമാലുക്കും ലാ തുൻജീക്കും, ഓ ജനങ്ങളെ, നിങ്ങൾ ചെയ്യുന്ന ഈ അമലുകൾ നിങ്ങളെ രക്ഷപ്പെടുത്തുക കേട്ടോ. വലാ അന്ത യാ റസൂലല്ലാഹ്, എന്നാൽ ഞങ്ങളെപ്പോലെ തന്നെ തങ്ങളുമാണോ എന്ന് ചോദിച്ചപ്പോൾ വലാ അന, ഞാനും അങ്ങനെ തന്നെ, എൻ്റെയും അമലുകൾ നമ്മൾ രക്ഷപ്പെടുത്തൂല. ഇല്ല യതഗമ്മദനി അല്ലാഹു ബിറഹ്മതിഹി, അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് അള്ളാഹു എന്നെ പൊതിഞ്ഞെങ്കിലല്ലാതെ. അപ്പം അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് അള്ളാഹു നമ്മളെ പൊതിയണം, അവൻ റഹ്മത്ത് ചെയ്തു തരണം. എന്നാൽ മാത്രമേ നമ്മുടെ അമലുകളെ കൊണ്ട് നമുക്ക് രക്ഷ കിട്ടുകയുള്ളൂ. വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ, ഒരു മിസ്കാൽ ദർറത്ത് ഖൈറ് ചെയ്താൽ അതിനെ അവൻ കാണും എന്ന് പറഞ്ഞ ആ ഖൈറ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ ഇഖ്ലാസ്, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ അള്ളാഹുവിൻ്റെ പൊരുത്തം കരുതുക എന്ന ഇഖ്ലാസ് വേണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. ഈ മർക്കത്ത് സഖാഫത്ത് സുന്നിയയിൽ ഒരു കുട്ടിക്ക് ഫുൾ ചെലവ് കൊടുക്കാൻ ഒരു കൊല്ലത്തേക്കുള്ള തക്കാഫുൽ സ്പോൺസർഷിപ്പ് പദ്ധതിയുണ്ട്. അത് പല ആളുകളും ഒന്നായിട്ട് കൊടുത്തവരുണ്ട്, അങ്ങനെ കൊടുക്കാത്തവർ ഒരു കുറച്ച് ഇങ്ങനെ കൊടുക്കുന്നവരുണ്ട്. ആ കുറച്ച് കൊടുക്കാനുള്ളവരൊക്കെ അത് തീർക്കണം. അതുപോലെ മമ്പയിൽ ഉലൂം എന്നാണ് നമ്മളെ സ്ഥാപനത്തിൻ്റെ പേര്. ഈ മമ്പയിൽ ഉലൂമിനെ നടത്തിക്കൊണ്ടുപോകാൻ നിങ്ങളെല്ലാവരും അതിനെ സഹായിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. പിന്നെ സുന്നത്ത് ജമാഅത്തിൻ്റെ സമ്മേളനം എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് അതിനെതിരാ കാശ്, ആലിമീങ്ങളെ കൊണ്ടുവന്ന് നല്ല ഉപദേശം ചെയ്യിപ്പിക്കലും ക്ലാസ് എടുപ്പിക്കലുമൊക്കെയാണ് അതിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് അതിനൊക്കെ ടിക്കറ്റിനും യാത്രക്കുമൊക്കെ
കാശില്ലാതെ നടക്കുമല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസംഗിച്ചിട്ട് ബിലാൽ മുഅദ്ദിൻ ഒരു തട്ടമായിട്ട് ഇങ്ങനെ പോയതായിരുന്നു. തട്ടങ്ങനെ ഒരു തല ഇങ്ങനെ വെള്ളം പിടിച്ചിട്ട് മറ്റേ തല ഇങ്ങനെ കാണിച്ചിട്ട് പോയി. പെണ്ണുങ്ങളും പുരുഷന്മാരും കുട്ടികളും എല്ലാം ഇങ്ങനെ ഇട്ട് കൊടുത്ത് ആ തട്ടത്തിൽ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അർഹമർറാഹിമായ മലിക്കുൽ മുലൂക്കായ അള്ളാഹ് ഈ മംബഉൽ ഉലൂം എന്ന ഈ സ്ഥാപനത്തെ നീ അഭിവൃദ്ധിത്തരണേ അള്ളാഹ്. പടച്ചവരെ അഹ്മദുൽ കബീർ റിഫായി തങ്ങളുടെയും ഖുത്ബുൽ മൊഹീദ്ദീൻ ഷേഖ് തങ്ങളുടെയും ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ മശായിഖ് സി എം മബൂക്ക് മുസ്ലിയാർ വലിയ അവരുടെയും മറ്റ് താജുൽ അൽമയുടെയും മറ്റ് സാലിഹ്യങ്ങളുടെയും ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ എല്ലാ ദോഷങ്ങളും പൊറുക്കണേ അല്ലാഹ്. അടുത്തവരെ ഞങ്ങളുടെ ദോഷങ്ങളൊക്കെ പുറത്തു തരണേ അല്ലാഹ്. ഞങ്ങളുടെ ഉമ്മവാപ്പന്മാർ ദോഷങ്ങൾ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളെ എല്ലാ ഖൈറായ ഉദ്ദേശങ്ങളും സാധിപ്പിക്കണേ അല്ലാഹ്. അടുത്തവരെ ഹജ്ജിന് പോകാൻ ഉദ്ദേശിച്ചവർക്ക് ഹജ്ജ് ചെയ്യാൻ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. മക്കളെ കെട്ടിക്കാനുള്ളവർക്ക് എളുപ്പമാക്കി കൊടുക്കണേ അല്ലാഹ്. കച്ചവടക്കാർക്ക് കച്ചവടത്തിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. യാ അല്ലാഹ്, ഞങ്ങൾ സാധുക്കളാണ്, പാപികളാണ് അല്ലാഹ്. ഞങ്ങളെ എല്ലാ പാപങ്ങളും നീ പുറത്തു തരണേ അല്ലാഹ്. ഞങ്ങളെ അമലിന് പൂർണ്ണമായ ഇഖ്ലാസ് തരണേ അല്ലാഹ്. ഇഖ്ലാസ് തരണേ അല്ലാഹ്. ഇഖ്ലാസില്ലാത്ത ഒരു സെക്കൻഡ് പോലും ഞങ്ങൾക്ക് നീ തരല്ലേ അല്ലാഹ്. ഞങ്ങളുടെ അമൽ മുഴുവനും നീ സ്വീകരിക്കണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്തിൽപ്പെട്ട് നരകത്തിൽ കടക്കാതെ സ്വർഗത്തിൽ പോകുന്ന കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. സിറാത്ത് വിട്ട് കിടക്കുന്ന കൂട്ടത്തിൽ പെടുത്തണേ അല്ലാഹ്. യാ അല്ലാഹ്, ഞങ്ങൾക്ക് ചോദിക്കാൻ അറിയില്ല, ഞങ്ങൾക്ക് ആവശ്യമായതെല്ലാം നീ നൽകണേ അല്ലാഹ്. നിനക്ക് എല്ലാം അറിയുന്നവനാണ്. ഞങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ നീ നൽകണേ അല്ലാഹ്. അടുത്തവനെ ഞങ്ങളെ ചോദ്യം തെറ്റിപ്പോയാലും നീ ഞങ്ങൾക്ക് ഖൈറ് ചെയ്യണേ അല്ലാഹ്. ഞങ്ങൾ നീ സലാമത്താക്കി തരണേ അല്ലാഹ്. ഉഖ്റവിയായ ആലിമീങ്ങളിലും മുത്തഅല്ലിമീങ്ങളിലും പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെ ഭാര്യമാരെയും ഞങ്ങളെ മക്കളെയും ഞങ്ങളുടെ ശിഷ്യന്മാരെയും കുടുംബങ്ങളെയും എല്ലാം നീ സലാമത്തിലാക്കി തരണേ അല്ലാഹ്. അവസാനം ഈമാൻ സലാമത്തായി മരിക്കുന്ന കൂട്ടത്തിൽ പെടുത്തണേ അല്ലാഹ്. ഇബ്ലീസിൻ്റെ ശർറിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. പെടുത്തവനെ ഞങ്ങൾക്ക് നീ ആഫിയത്ത് ഇനിയും ഏറ്റിത്തരണേ അല്ലാഹ്. ആഫിയത്ത് ഏറ്റിത്തരണമല്ല. ദീർഘായുസ്, ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ അല്ലാഹ്. സ്ത്രീകൾ ധാരാളം വാത് കേൾക്കാൻ വന്നിട്ടുണ്ട്. ആ സ്ത്രീകൾക്കെല്ലാം നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ, നഫീസത്തുൽ മിസ്രിയ്യ റളിയല്ലാഹു അൻഹ, അവരൊക്കെ രാത്രി എത്രയോ സമയം നിസ്കരിച്ചവരാണ്. റാബിയത്തുൽ അദവിയ്യ ഒരു ദിവസം ചൊല്ലി, കുല്ലു നൗമിൻ അലൽ മുഹിബ്ബി ഹറാമു, അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും പ്രിയം വെക്കുന്നവർക്ക് രാത്രി ഉറക്കാൻ പറ്റൂല എന്ന് വരെ റാബിയത്തുൽ അദവിയ്യ ചൊല്ലി
അവർ ഒരു രാത്രി കൊണ്ട് എത്രയോ റക്അത്തുകൾ തഹജ്ജുദ് നിസ്കരിച്ച വലിയത്താണ്. അള്ളാഹ് ആ റാബിയത്തുൽ അദവിയൻ്റെ ബർക്കത്ത് കൊണ്ട് ഇവിടെ വഅദ് കേൾക്കാൻ വന്ന എല്ലാ സ്ത്രീകൾക്കും നീ ബർക്കത്ത് ചെയ്യണേ അള്ളാഹ്. അവരുടെ ദോഷങ്ങളൊക്കെ പൊറുക്കണേ അള്ളാഹ്. ഇന്നു മുതൽ എല്ലാ രാത്രിയും തഹജ്ജുദ് നിസ്കരിക്കാൻ ഞങ്ങളുടെ പെണ്ണുങ്ങൾക്കെല്ലാം നീ തൗഫീഖ് ചെയ്യണേ അള്ളാഹ്. രാത്രി ഉറങ്ങി എഴുന്നേറ്റ് നിസ്കരിക്കുന്ന നിസ്കാരമാണ് തഹജ്ജുദ്. അത് 2 റക്അത്ത് എത്ര സമയം കഴിയുകയും നിസ്കരിക്കാം. അള്ളാഹു അവർക്ക് തൗഫീഖ് കൊടുക്കട്ടെ. അതുപോലെ വിത്ർ നിസ്കാരം ഏറ്റവും ചുരുങ്ങിയത് 1 റക്അത്ത് 3 റക്അത്താണ് ആ ഫുള്. അങ്ങനത്തെ വിത്ർ നിസ്കാരം എല്ലാ രാത്രിയും പതിവാക്കാൻ ഞങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ പെണ്ണുങ്ങൾക്കും നീ തൗഫീഖ് ചെയ്യണേ അള്ളാഹ്. അള്ളാഹ് ഞങ്ങൾക്ക് നീ ആഫിയത്ത് ഏറ്റിത്തരണേ അള്ളാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.